Hello, welcome to Red Chart Talks. സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾ അഴിച്ചു തന്ന ഈ ചാർട്ട് വിശകലനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി 50യുടെ ഇന്നത്തെ സാധ്യതകൾ, അതായത് ഓഗസ്റ്റ് 1 സാധ്യതകളൊന്ന് പരിശോധിക്കുകയാണ്. ശരി. പ്രധാനമായും പ്രൈസ് ആക്ഷൻ വെച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് എന്തൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത്, നിലവിലൊരു അവസ്ഥ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുകയാണ് ലക്ഷ്യം, അല്ലേ? അതെ അതെ. അപ്പൊ തുടങ്ങാം. നിങ്ങളുടെ വിശകലനത്തിൽ ഈ 4 മണിക്കൂർ ചാർട്ടിൽ ഒരു ബെയറിഷ് ട്രെൻഡ്, അതായത് വില താഴോട്ട് വരാനുള്ള ഒരു സൂചനയുണ്ട് എന്ന് കണ്ടു. അതെങ്ങനെയാണ്? അത് ശരിയാണ്. നമ്മൾ ഈ 4 മണിക്കൂർ ചാർട്ട് എടുത്തു നോക്കിയാൽ ജൂലൈയിലെ ഏറ്റവും ഉയർന്ന നില ഏകദേശം 25,550 ഒക്കെ ആയിരുന്നു. അതിനുശേഷം വില താഴേക്ക് വന്ന് ഒരു ലോവർ ഹൈ ഉണ്ടാക്കി. ഓക്കെ. എന്നിട്ട് വീണ്ടും താഴേക്ക് പോയി ഒരു ലോവർ ലോയും ഉണ്ടാക്കി. ഇത് എന്താ പറയാ, ഹ്രസ്വകാലത്തേക്ക് ഒരു ബെയറിഷ് സൂചനയാണ് തരുന്നത്, വിൽക്കാനുള്ള താല്പര്യം കൂടുതലാണ് എന്ന്. പക്ഷേ വില മുഴുവനായും താഴേക്ക് പോയില്ല. വേറൊരു നോട്ട്സിൽ കണ്ടു ഏകദേശം ഒരു 24,500 ലെവലിൽ വിലയ്ക്കൊരു സപ്പോർട്ട് കിട്ടിയെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 24,500 തൊട്ട് 24,550 വരെയുള്ള ഒരു ഏരിയ, അതൊരു ഡിമാൻഡ് സോണായി പ്രവർത്തിച്ചു. ഡിമാൻഡ് സോൺ. ഓക്കെ. അതായത് ആ വിലയിൽ വാങ്ങാൻ ആളുകൾ താല്പര്യം കാണിച്ചു. അപ്പൊ അത് താൽക്കാലികമായിട്ട് വില താഴോട്ട് പോകുന്നതിന് ഒന്ന് പിടിച്ചു നിർത്തി. എന്നിട്ടിപ്പോ വില കുറച്ച് മുകളിലേക്ക് കയറിയല്ലേ, ഒരു റെസിസ്റ്റൻസ് സോണിന്റെ അടുത്തേക്ക്. അതെ അതെ. ഇപ്പൊ വില ഏകദേശം 24,900, 25,000 റേഞ്ചിലേക്ക് തിരിച്ചു കയറുകയാണ്. അതൊരു ചെറിയ റെസിസ്റ്റൻസ് സോണാണ്, ഒരു പ്രതിരോധ മേഖല. അപ്പൊ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്, ഒന്നുകൂടി പറയാമോ? തീർച്ചയായും. സപ്പോർട്ട്, അതായത് താഴെ താങ്ങായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് തൊട്ടടുത്തുള്ളത് 24,500, 24,550. ശരി. അത് ബ്രേക്ക് ആയാൽ പിന്നെ കുറച്ചുകൂടി പ്രധാനപ്പെട്ട സപ്പോർട്ട് വരുന്നത് 24,250, 24,300 റേഞ്ചിലാണ്. ഓക്കെ. ഇനി മുകളിലോട്ട് പോയാൽ മുകളിലാണെങ്കിൽ ഇപ്പോ നേരിടുന്ന റെസിസ്റ്റൻസ് 24,900, 25,000. അത് കടന്നാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് 25,250, 25,300 ആണ്. അതാണ് അടുത്ത പ്രധാന തടസ്സം. ഇതിൽ RSI 37.81 ആണെന്ന് കണ്ടു. അതത്ര നല്ലതല്ലല്ലോ. അല്ല, തീർച്ചയായും. 37.89 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇപ്പോഴും കുറച്ച് വീക്കാണ് എന്ന് തന്നെയാണ് അർത്ഥം. സാധാരണ 30-ന് താഴെ പോയാലാണ് നമ്മൾ ഓവർസോൾഡ് എന്ന് പറയുക. ഇപ്പൊ 30-ന് മുകളിലാണ്. പക്ഷേ ആ ഓവർസോൾഡ് ഏരിയയുടെ അടുത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത് ചിലപ്പോൾ ഒരു ചെറിയ റിലീഫ് റാലി അല്ലെങ്കിൽ വില ഒന്ന് സ്റ്റെബിലൈസ് ആകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. പക്ഷെ RSI മാത്രം നോക്കിയൊരു തീരുമാനം എടുക്കരുത്. അതൊരു കൺഫർമേഷൻ ടൂൾ മാത്രമാണ്. മനസ്സിലായി. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് വരാം. 15 മിനിറ്റ് ചാർട്ട് വെച്ചുള്ള ഇൻട്രാഡേ സാധ്യതകളാണല്ലോ നമ്മൾ പ്രധാനമായും നോക്കുന്നത്. വില ഇപ്പോ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് സോണിന്റെ അടുത്താണ്. അപ്പൊ അവിടെ എന്താണ് ആദ്യത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ? ശരി, ആദ്യത്തെ സാധ്യത വില താഴോട്ട് പോകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ്. അതായത് ഷോർട്ട് സെറ്റപ്പ്. വില ഇപ്പോ ഈ 24,980, 25,000 എന്ന റെസിസ്റ്റൻസ് സോണിൽ എത്തുമ്പോ അവിടെ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടോ നോക്കണം. എന്ത് സൂചനകളാണ് നോക്കേണ്ടത്? ഉദാഹരണത്തിന് 15 മിനിറ്റ് ചാർട്ടിൽ ഒരു റിജക്ഷൻ കാൻഡിൽ, അതായത് വില മുകളിലേക്ക് പോകാൻ നോക്കിയിട്ട് ശക്തിയായി താഴേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു എം പാറ്റേൺ പോലെ എന്തെങ്കിലും. എം പാറ്റേൺ, ഡബിൾ ടോപ്പ് പോലെ. അതെ അതെ. അങ്ങനെയുള്ള ബെയറിഷ് സൂചനകൾ കിട്ടിയാൽ ഒരു ഷോർട്ട് എൻട്രി നോക്കാം. അപ്പോ എൻട്രി എവിടെയായിരിക്കും? സ്റ്റോപ്പ് ലോസോ? ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം എൻട്രി ഏകദേശം 24,970, 24,990 റേഞ്ചിലെടുക്കാം. സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും ആ റെസിസ്റ്റൻസ് സോണിന് തൊട്ടുമുകളിൽ വെക്കണം, ഒരു 25,050 മുകളിൽ. ഓക്കെ. ടാർഗറ്റുകളോ? ആദ്യത്തെ ടാർഗറ്റ് T1 24,800, പിന്നെ 24,720 T2. കുറച്ചുകൂടി താഴേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ ആ ഡിമാൻഡ് സോണിന്റെ അടുത്തുള്ള 24,550 T3 വരെയും നോക്കാം. ശരി. ഇനിയിപ്പോ ഇത് നടന്നില്ല, വില റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ താഴോട്ട് വന്നു. നേരത്തെ പറഞ്ഞ സപ്പോർട്ട് സോൺ 24,500, 24,550, അവിടെ എത്തിയാലോ? അതാണ് നമ്മുടെ രണ്ടാമത്തെ സാധ്യത. ഒരു ലോങ് സെറ്റപ്പ്, അതായത് വില മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ. വില ആ 24,500, 24,550 എന്ന സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് വന്നിട്ട് അവിടെ വാങ്ങാനുള്ള താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സൂചനകളാണ് നോക്കേണ്ടത്, ബുള്ളിഷ് ആയിട്ടുള്ളത്? അവിടെ ബുള്ളിഷ് സിഗ്നൽസ് നോക്കണം. ഉദാഹരണത്തിന് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാൻഡിൽ,
അല്ലെങ്കിൽ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ, അതായത് വില ഒരേ ലെവലിൽ 2 തവണ തട്ടി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാലോ? അങ്ങനെ കൺഫർമേഷൻ കിട്ടിയാൽ ലോങ് എൻട്രി ഏകദേശം 24,520 24,550 റേഞ്ചിൽ പ്ലാൻ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആ സപ്പോർട്ട് സോണിന് തൊട്ട് താഴെ വെക്കണം. സേഫ്റ്റിക്ക് വേണ്ടി 24,450ക്ക് താഴെ. ലക്ഷ്യങ്ങൾ ടാർഗറ്റുകൾ മുകളിലേക്ക്. ആദ്യത്തേത് 24,700 T1, പിന്നെ 24,820 T2, അതിനു മുകളിൽ ആ റെസിസ്റ്റൻസ് സോണിന്റെ അടുത്തുള്ള 24,900 വരെയും. ഓക്കെ, ഈ 2 സെറ്റപ്പുകളല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലുള്ളൊരു സോൺ ഉണ്ടല്ലോ, ഏകദേശം 24,650 തൊട്ട് 24,800 വരെ. ആ, മിഡിൽ സോൺ. അതെ, അവിടെ ട്രേഡ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ വില എങ്ങോട്ടാണെന്നൊരു ദിശയില്ലാതെ മുകളിലേക്കും താഴേക്കും ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. അതിനെ ചോപ്പ് റിസ്ക് എന്ന് പറയും. ഓക്കെ, മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഏത് എൻട്രി എടുക്കുന്നതിന് മുമ്പും 15 മിനിറ്റ് ചാർട്ടില് വോളിയം ശ്രദ്ധിക്കുക. പിന്നെ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ, അതായത് പിൻ ബാറുകൾ, ഇൻസൈഡ് ബാറുകൾ പോലുള്ളവ ഒരു സ്ഥിരീകരണത്തിനായി ഉപയോഗിക്കാം. ഏറ്റവും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ സാധാരണയായി ഈ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ അറ്റങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹ്രസ്വകാല ട്രെൻഡ് കുറച്ച് ബേറിഷ് ആണെന്ന് ഒരു വിശകലനം പറയുമ്പോഴും ഈ 24,500 550 പോലുള്ള പ്രധാന സപ്പോർട്ട് സോണുകളിൽ വാങ്ങാൻ ആളുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊന്ന് പറയുന്നു. 2 സാധ്യതകൾക്കുള്ള എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് നിലവാരങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. തീർച്ചയായും ഈ ലെവലുകൾ പ്രധാനപ്പെട്ട ഏരിയകളാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ സാധ്യതകളാണ്. ലൈവ് മാർക്കറ്റിൽ വില എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് നമ്മൾ കണ്ടറിയണം. ഈ ലെവലുകളിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് കൺഫർമേഷനാണ് നോക്കുന്നത്? റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്, അത് മറക്കരുത്. അതെ, അപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വില ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണിന് തൊട്ട് താഴെയാണ്, പക്ഷേ താഴെ നല്ലൊരു ഡിമാൻഡ് സോണുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ആരാവും മാർക്കറ്റിനെ നിയന്ത്രിക്കുക? ബുള്ളുകളോ അതോ ബെയറുകളോ? ഈ പറഞ്ഞ ടെക്നിക്കൽ സൂചനകൾ മാത്രം മതിയോ, അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൂടി നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുമോ? എന്തായാലും ഞങ്ങളോടൊപ്പം ഈ വിശകലനങ്ങൾക്കായി സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി.